2021 നടന്ന RRB NTPC CBT1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻസേർട്ട് ദ മിസ്സിംഗ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ 3 ഡയഗ്രംസ് കൊടുത്തിട്ടുണ്ട്. അതില് മൂന്നാമത്തെ ഡയഗ്രത്തില് സർക്കിളിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ഈ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സർക്കിളിന്റെ മുകളിലുള്ള 3 ലൈൻസിന് നേരെ 3 നമ്പേഴ്സ് കൊടുത്തേക്കുന്നു, താഴെ 3 ലൈൻസിന് നേരെ 3 നമ്പേഴ്സ് കൊടുത്തേക്കുന്നു, നടുക്ക് മറ്റൊരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഈ 551 നടുക്ക് വന്നു? അപ്പൊ ഈ മുകളിലുള്ള 3 നമ്പേഴ്സിനെ ഞാൻ ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് എടുത്തേക്കുവാണ്. അതുപോലെ തന്നെ താഴത്തെ 3 നമ്പേഴ്സിനെയും ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് എടുക്കുവാണ്. അപ്പൊ 915നെയും 364നെയും എന്ത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നടുക്കുള്ള 551 കിട്ടും. 915ൽ നിന്നും 364 കുറയ്ക്കുമ്പോൾ ഏകദേശം 500നും 600നും ഇടയ്ക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ 551 എന്ന് പറയുന്ന ഉത്തരവാണ് കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ 543ൽ നിന്നും 789 കുറച്ചാൽ ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇവിടെ വന്നേക്കുന്ന ഒരു പോസിറ്റീവ് ആൻസറാണ്. അപ്പൊ തിരിച്ച് ചെയ്തു നോക്കുക. അതായത് 789ൽ നിന്നും 543 എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഈ പാറ്റേണിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. വലിയ 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് ചെറിയ 3 ഡിജിറ്റ് നമ്പർ കുറയ്ക്കുക. അപ്പോൾ സർക്കിളിനുള്ളിലെ 3 ഡിജിറ്റ് നമ്പർ കിട്ടും. അപ്പൊ 789 മൈനസ് 543 ചെയ്ത് നോക്കുക. 246 കിട്ടുമെന്ന് ചെക്ക് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 246 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനകത്തോട്ട് വരാം. ഇവിടെ എന്ത് ചെയ്യും? 863ൽ നിന്നും 241 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ 622 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 622 ആണ്.